പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് ചിറ്റൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ. ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കർഷകരും കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രനാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ഈ ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ബിജെപിയുടെ? പോളിംഗ് ശതമാനം കൂടിയത് തീർത്തും ബിജെപിക്ക് വളരെ ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയാണ്. കാരണം സ്ത്രീകളുടെ വോട്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, യുവാക്കളുടെ വോട്ടും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ബിജെപിയുടെ ഒരു മാനിഫെസ്റ്റോ എന്നുള്ളത് കാർഷിക മേഖലയെ സംരക്ഷിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ്. അത് മോഡി ഗ്യാരണ്ടിയിലൂടെ അന്ന് പാലക്കാട് പ്രധാനമന്ത്രി വന്നപ്പോൾ നേരിട്ട് തന്നെ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കർഷകർക്ക് ബിജെപിമേൽ വിശ്വാസം നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്കും യുവാക്കൾക്കുമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവരുടെ ഇമ്പാക്റ്റിൽ വളരെ ആവേശത്തിലാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടാണ് ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കൂടിയതും. അത് ബിജെപിക്ക് വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഈ പ്രധാനമന്ത്രി പാലക്കാട് എത്തിയത് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം രാജ്യമെങ്ങും പ്രധാനമന്ത്രി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ കൊടുക്കുന്ന ഉറപ്പ് 100% നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പാലക്കാട് എത്തിയപ്പോൾ കാർഷിക മേഖലയെക്കുറിച്ച് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം നല്ലൊരു റിപ്പോർട്ട് ഞങ്ങൾ നൽകിയിരുന്നു. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആളിയാർ പറമ്പിക്കുളം അന്തർ സംസ്ഥാന ജലത്തിൻ്റെ പ്രശ്നങ്ങൾ മുതൽ മറ്റ് പ്രതിസന്ധികളെല്ലാം കാർഷിക മേഖലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർഷകരോടൊപ്പം അവരുടെ പുരോഗമനത്തിനും കർഷകരെ സമ്പന്നരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് മോഡിജിയുടെ ഗ്യാരണ്ടിയിൽ നമുക്ക് കിട്ടിയ ഉറപ്പ്. മാത്രമല്ല വികസിത് കേരളം ഇത് ജനമെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഇന്ത്യ ഒട്ടാകെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്ന വികസനങ്ങൾ അതിന് കേരളത്തിലും മോഡി ഗ്യാരണ്ടിയിലൂടെ എത്തിപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ചിറ്റൂർ നിയോജകമണ്ഡലത്തെ കർഷകരും ജനങ്ങളും. ഈ വോട്ടെടുപ്പ് ദിവസം ഉണ്ടായൊരു വിവാദം എന്ന് പറയുന്നത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് കോൺഗ്രസ് പറയുന്നത് ബിജെപിയും LDFും തമ്മിലുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ടോ? ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം ജനങ്ങളും ഇപ്പോഴത്തെ യുവാക്കളും ആരും വിഡ്ഢികളല്ല. അന്ന് പുലർച്ചെ 2 മണിക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യക്തികൾ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഖ്യ സ്ഥാനത്തിരിക്കുന്ന നിയോജകമണ്ഡലം പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഇവന്മാർ 2 പേരും കൂടിയിട്ടാണ് നെക്ലസിൻ്റെ ചിഹ്നത്തിന് വോട്ട് ചെയ്യാനായിട്ട് പുലർച്ചെ 2 മണിക്ക് അനധികൃതമായി ജനവിരുദ്ധമായി ജനാധിപത്യത്തിനെ അപഹസിച്ചുകൊണ്ട് അവർ ഫീൽഡിൽ ചെന്നത്. അവിടെ ജനങ്ങളും അവിടുത്തെ പരിസരവാസികളെല്ലാം പിടിക്കപ്പെട്ട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് അവർ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധം UDFിൻ്റെ ഭാഗത്താണെന്നുള്ളത് തീർത്തും ജനങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു തെളിവാണ് അന്ന് പുലർച്ചെ 2:30 ഈ നെക്ലസിൻ്റെ ചിഹ്നവും കൊണ്ടുപോയിട്ട് ഇവർ നടത്തിയ ഒരു നാടകം. അപ്പോൾ ജനം വിലയിരുത്തുന്നുണ്ട്. കാരണം BJPക്ക് അങ്ങനെ ഒരു യാതൊരു ആവശ്യമില്ല. BJP ഈ 50-60 വർഷക്കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് ചിറ്റൂർ നിയോജകമണ്ഡലം ഒരു 70% കൂടുതൽ കാർഷിക മേഖലയാണ്, കർഷകരാണുള്ളത്. അവർക്ക് വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളാക്കിക്കൊണ്ടാണ് ഈ 50-60 വർഷം ഈ ഇരുമുന്നണിയും ഭരിച്ചിരിക്കുന്നത്. അത് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിലൂടെ ഇതിനെല്ലാം ഒരു പരിഹാരങ്ങളായി കർഷകർക്കും കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് BJPക്ക് അത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധമായ നടപടികൾക്ക് BJP മുൻകൈ എടുക്കില്ല. ജനവിശ്വാസത്തോടുകൂടി BJP പോവും. ജനസൗഹൃദ ഭരണമായിരിക്കും BJPയുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഈ ഫലമറിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫലമറിയുന്ന സമയത്ത് ചിറ്റൂരിൽ താമര വിരിയുമെന്ന് ഉറപ്പാണ്? 100%. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ ചിറ്റൂർ മാത്രമല്ല, ഇനി കേരളം അങ്ങോട്ട് താമര ഏറ്റെടുക്കും. അതിനുള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ജനവിധി അതിനായി എഴുതപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഒന്നടങ്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രൻ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.